ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള മജീഷ്യൻസിനെ കാണിച്ചിട്ടാണ്. അതിലൊന്നാമത്തെ വ്യക്തിയുടെ പേര് ഡാനിയൽ എന്നാണ്. ഇവനെ നമുക്ക് ഡാനി എന്ന് വിളിക്കാം. ഇവനിപ്പോ ചിക്കാഗോയിൽ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്നിട്ട് ഒരു മാജിക് കാണിക്കുകയാണ്. അവൻ ഒരു കൂട്ടം കാർഡുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലേഡിയുടെ അടുത്ത് കാണിച്ചിട്ട് അതിലൊന്ന് മനസ്സിൽ വിചാരിക്കാൻ പറയും. അവൻ ആ കാർഡ് കാണിച്ചു കൊണ്ട് തന്നെ അവൾ അതിലൊന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ ആ കാർഡ് നിരത്തിയിട്ട് നിങ്ങൾ വിചാരിച്ചത് ഇതിലേതെങ്കിലും ആണോ എന്ന് അടുത്തേക്ക് ചോദിക്കും. എന്നാൽ ഈ സമയം അവൻ ആ കാർഡ് കാണിച്ചപ്പോൾ അവൾ വിചാരിച്ച ആ കാർഡ് ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അവൾ ഇല്ലാന്ന് പറയുമ്പോൾ ഓ നീ വിചാരിച്ച കാർഡ് ഇതിലില്ലേ, എന്നാൽ ശരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ കാർഡൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് ഒരു കയറി കൊടുക്കുക. അവരുടെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ കാർഡ് അവൻ എറിഞ്ഞ ഉടനെ തന്നെ ആ ബിൽഡിംഗിലെ ലൈറ്റുകൾ തെളിയാൻ തുടങ്ങി. ആ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. ആ പെണ്ണ് ഏത് കാർഡാണോ മനസ്സിൽ വിചാരിച്ചത് ആ കാർഡിന്റെ രൂപമാണ് അവിടെ ബിൽഡിംഗിൽ ലൈറ്റ് ആയിട്ട് തെളിഞ്ഞിരിക്കുന്നത്. വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനിങ്ങനെ പുകഴ്ത്തി കൈയടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അവൻ അറിയാതെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. ഒരു കുട്ടിയിട്ട മനുഷ്യൻ അവൻ കാണിക്കുന്ന പരിപാടിയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് ന്യൂ ഓർഗൻസ്. അവിടെയാണ് അടുത്ത മജീഷ്യൻ. ഇവന്റെ പേര് മെറിറ്റ് എന്നാണ്. ഒരു മജീഷ്യനേക്കാൾ ഉപരി ഇവരൊരു മെന്റലിസ്റ്റാണ്. അവരിപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ നിന്നിട്ട് രണ്ട് ആൾക്കാരുടെ അടുത്ത് അവരുടെ മെന്റലിസ്റ്റ് കാണിക്കുന്നത് ഒരു ഹസ്ബൻഡും വൈഫാണ്. മെറിറ്റ് ആ ലേഡിയെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അനങ്ങാൻ മാത്രമല്ല അവൾക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അവളെ ആ ഒരു അവസ്ഥയിലാക്കിയതിനു ശേഷം മെറിറ്റ് അടുത്തതായിട്ട് ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ മനസ്സ് റീഡ് ചെയ്യണം. അയാളുടെ മനസ്സ് വായിച്ചതിൽ നിന്നും അയാളും അയാളുടെ വൈഫിന്റെ സിസ്റ്ററും തമ്മിൽ സെറ്റപ്പാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇതെല്ലാം കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ വൈഫിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൾ ഹസ്ബൻഡിനെ അടിക്കാനൊക്കെ തുടങ്ങുകയാണ്. എന്നാൽ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഹസ്ബൻഡ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ അവിടെ. ഈ സമയത്താണ് മെറിറ്റ് അയക്ക് മറ്റൊരു ഓഫർ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിൽ നിന്ന് ഞാൻ വായിച്ചു കളഞ്ഞേക്കാം. പക്ഷെ അതിന് നിങ്ങൾ എനിക്ക് $250 തരേണ്ടി വരും എന്നാണ് അവൻ പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ വീണ്ടും മെന്റലിസം ഒക്കെ കാണിച്ചിട്ട് ആ ലേഡിയുടെ മനസ്സിൽ നിന്ന് അതൊക്കെ വായിച്ചു കളഞ്ഞു. ഇപ്പോൾ അവൾ നോർമലായി. അവർക്ക് ഇപ്പോൾ നേരത്തെ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. അങ്ങനെ ആ പൈസ കൊടുത്തതിന് ശേഷം ആ ഹസ്ബൻഡും വൈഫും അവിടെ പോവുകയും ചെയ്യും. ഈ സമയം അവൻ ഈ ട്രിക്കൊക്കെ പെർഫോം ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ആ മുട്ടിയിട്ട മനുഷ്യൻ ആ റെസ്റ്റോറന്റിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ന്യൂയോർക്കാണ്. ഇവിടെയാണ് നമ്മുടെ അടുത്ത മജീഷ്യൻ. ഇവന്റെ പേര് ജാക്ക് എന്നാണ്. അവനിപ്പം അവിടെയുള്ള ഒരു ബോട്ടിലാണ് നിൽക്കുന്നത്. കുറെ ആൾക്കാർ ആ ബോട്ടിലിരിക്കുന്നത്. അവനിപ്പോൾ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് മാജിക് കാണിക്കാൻ പോകും. ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾക്ക് ഞാൻ $100 തരാം എന്നാണ് അവൻ പറയുന്നത്. അതിനുശേഷം അവൻ ആ സ്പൂൺ വെച്ചിട്ട് ട്രിക്ക് കാണിക്കാൻ പറയും. അതായത് അവൻ ആ സ്പൂൺ പൊക്കി പിടിച്ചിട്ട് മനസ്സുകൊണ്ട് അത് വളയ്ക്കാം. അങ്ങനെ ആ സ്പൂൺ അവൻ വളച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. ആൾക്കാരൊക്കെ കൈയടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ കൂട്ടത്തിലൊരുത്തിന് അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ ശരീരം മൊത്തം തപ്പും. അവരുടെ കോട്ടും പാൻറ്റൊക്കെ തപ്പി നോക്കുമ്പോൾ അവന് 2 സ്പൂണുകൾ കിട്ടും. അങ്ങനെ അയാൾ അവൻ ആ മാജിക് പൊളിച്ചു. അതുകൊണ്ട് തന്നെ ജാക്ക് ആണെങ്കിൽ $100 എടുത്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മാജിക് ഒക്കെ ഫെയിലായി പൈസയും പോയി അവൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ കുട്ടിയിട്ട മനുഷ്യനോട് നിൽക്കുന്നുണ്ടായി. അറിയാതെ അയാൾ തട്ടിയതിനു ശേഷമാണ് അവൻ താഴേക്ക് ഇറങ്ങി. ഇതേ സമയം പൈസ വാങ്ങിച്ചവൻ അവന്റെ പോക്കറ്റ് തപ്പി നോക്കുക. പേഴ്സ് കാണുന്നില്ല, മാത്രമല്ല വാച്ച് കാണുന്നു. അത് ജാക്കാണ് എടുത്തത് എന്ന കാര്യം മനസ്സിലായി. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ജാക്ക് ആ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അടുത്തതായിട്ട് കാണിക്കുന്നത് ലോസ് ഏഞ്ചലസ് ആണ്. ഇവിടെയാണ് അടുത്ത മജീഷ്യൻ. ഇവന്റെ പേര് ഹെൻലി എന്നാണ്. അവളിപ്പോൾ ഒരു മാജിക് ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 2 ആൾക്കാർ വന്നിട്ട് അവിടെ കൈയും കാലൊക്കെ ചങ്ങല വെച്ചിട്ട് ലോക്ക് ചെയ്യും. എന്നിട്ട് ഒരു വെള്ളം നിറച്ച് ടാങ്കിലേക്ക് ഇടാണ്. 1 മിനിറ്റാണ് അവർക്ക് സമയം. ആ 1 മിനിറ്റിനകം ആ ചങ്ങല അഴിച്ചിട്ട് വെളിയിലേക്ക് വരാം. അല്ലെങ്കിൽ നല്ല കിടിലം പണിയാണ് അവർക്ക് കിട്ടുക. അതായത് ആ ടാങ്കിന്റെ മുകളിൽ മറ്റൊരു ടാങ്ക് ഉണ്ട്. അതിനകത്ത് മൊത്തം നരഭോജികളായിട്ടുള്ള പിരാന മത്സ്യങ്ങളാണ്. 1 മിനിറ്റ് കഴിഞ്ഞാൽ ആ ടാങ്ക് തുറന്നിട്ട് ആ മത്സ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ടാങ്കിലേക്ക് വരും. അതിനുമുമ്പ് അവളെ രക്ഷപ്പെട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ പിരാനകളൊക്കെ അവിടെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ ആ ടാങ്കിലേക്ക് ഇറക്കിയതിനു ശേഷം അവൾ ആ ചങ്ങലകൾ കഴിക്കുന്നു. എന്നാൽ കയ്യിലെ ചങ്ങല മാത്രമേ അവൾക്ക് അയക്കാൻ സാധിക്കുന്നു. കാലിൽ കെട്ടി വെച്ചിരിക്കുന്ന അയക്കാൻ പറ്റില്ല. അവൾക്കാണെങ്കിൽ വല്ലാതെ ശ്വാസം മുട്ടുന്നു. അവൾ ആ ടാങ്കിൽ കടന്നിട്ട് ഇങ്ങനെ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ കാണികൾക്കാകെ വെപ്രാളമാണ്. അതിലൊരുത്തരാണെങ്കിൽ ആ ടാങ്ക് തല്ലി പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ ആ പിരാനകൾ ഇരിക്കുന്ന ടാങ്ക് ഓപ്പറായിട്ട് പിരാന മത്സ്യങ്ങളൊക്കെ അവളുടെ ടാങ്കിലേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത് ആ ടാങ്ക് മൊത്തം ബ്ലഡ് നിറയുന്നതാണ്. അത് കണ്ട് ആൾക്കാരൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കാണികൾക്കിടയിലൂടെ അവൾ പുറകിൽ നിന്ന് വരുന്നത്. അവളുടെ ആ ട്രിക്കൊക്കെ കണ്ട് അവരെല്ലാവരും ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് വരിക. ഈ സമയം തന്നെ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ആ കുട്ടിയിട്ട മനുഷ്യനോട് നിൽക്കുന്നത്. അങ്ങനെ 4 പേരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം ഡാനി അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് അവന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതൊരു കാർഡായി. അവനത് എടുത്ത് നോക്കുമ്പോൾ മാർച്ച് 29-ന് ഒരു സ്ഥലത്തേക്ക് വരണം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ ഡാനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ജാക്കിന് ആ കാർഡ് കിട്ടിയത് അവന്റെ പോക്കറ്റിൽ നിന്നാണ്. മെറിറ്റിന് കാർഡ് കിട്ടിയത് അവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിന്റെ ടേബിളിൽ നിന്നാണ്. എന്നാൽ ഹെൻലിക്ക് കിട്ടിയത് ആ പിരാനകളെ നിറച്ച ടാങ്കിൽ നിന്നാണ്. എല്ലാവരുടെ കാർഡിലും ഒരു സ്ഥലത്തേക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ കാർഡ് കിട്ടിയതിനെ തുടർന്ന് അവർ ആ കാർഡിൽ പറഞ്ഞ ദിവസം തന്നെ ആ സ്ഥലത്തേക്ക് എത്തി. അതൊരു ഫ്ലാറ്റിനകത്തുള്ള റൂമാണ്. ഹെൻലി അവിടേക്ക് എത്തിയിട്ട് ആ ബിൽഡിംഗിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഡാനി അങ്ങോട്ട് വരുന്നത്. ഈ ഡാനിയും ഹെൻലിയും തമ്മിൽ നേരത്തെ പരിചയം. മാജിക്കലി ഹെൻലിയുടെ ഗുരുവായിട്ട് കുറെ കാലത്തിന് ശേഷമാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്തത്. അങ്ങനെ അവർ 2 പേരും കൂടെ ആ ഫ്ലാറ്റിലേക്ക് കയറാൻ തുടങ്ങി. ആ റൂമിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ റൂമിന്റെ വാതിൽക്കലായിട്ട് മെറിറ്റ് നിൽക്കുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടെ പരിചയപ്പെട്ടു. ഈ സമയത്താണ് ജാക്ക് വന്നിട്ട് വരുന്നത്. ഡാനിയെ കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. കാരണം ഈ ഡാനിയുടെ ഒരു ഫാനാണ് ഈ ജാക്ക്. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാക്ക് അവരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ തന്നെ നിൽക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നതോ? അതേക്കുമ്പോൾ ഞങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഈ വാതിൽ ലോക്കാണ്, തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് ഡാനി ഒരു മറുപടി പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെ വരത്തില്ല, ഒരു ഡോറും അങ്ങനെ എപ്പോഴും ലോക്കായിട്ടിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ജാക്ക് ചില ഉടായ്പകളൊക്കെ കാണിച്ച വാതിൽ കുത്തി തുറക്കാണ്. അങ്ങനെ എല്ലാവരും ആ റൂമിന്റെ അകത്തേക്ക് റൂമിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പേപ്പർ ആണ്. ഡാനി ഉടനെ തന്നെ പേപ്പർ എടുത്തു. അതിൽ എഴുതിയിരിക്കുന്നത് നൗ യു ഡോണ്ട് എന്നാണ്. കുറച്ചപ്പുറത്തായിട്ട് ഒരു വെളുത്ത റോസാപ്പൂവും കിടക്കുന്നു. അത് കാണുമ്പോൾ ഹെൻലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോസാപ്പൂ എടുത്തിട്ട് അവിടെ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ജഗ്ഗിലേക്ക് വെക്കാം. എന്നാൽ ആ റോസാപ്പൂ വെക്കേണ്ട താമസം ആ ജഗ്ഗിന്റെ അടിയിലൂടെ ആ വെള്ളം മൊത്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത് നേരെ ഒഴുകി ചെല്ലുന്നത് അവരൊരു പ്രത്യേക രീതിയിൽ വരച്ചു വെച്ചൊരു ഭാഗത്തേക്കാണ്. അങ്ങനെ ആ ഭാഗത്ത് മൊത്തം ആ വെള്ളം നിറയുമ്പോൾ അവിടെ മൊത്തം പുക വരാൻ തുടങ്ങി. ഇതല്ലാതെ വേറെ ഒന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ അവരവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് മെറിറ്റ് അവിടെയുള്ള ഒരു ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അതിപ്പോൾ ഓണല്ല. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് തിരിച്ചിട്ട് ആ ലൈറ്റ് ഓണാക്കാണ്. എന്നാൽ അത് ഓണാക്കേണ്ട താമസം ആ റൂമിന്റെ പല ഭാഗങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ലേസറൊക്കെ ഓണായി. അതിപ്പോൾ ഒരു വലിയ ബ്ലൂ പ്രിന്റാണ് അവരുടെ മുന്നിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും അത്ഭുതത്തോടെയാണ് അവരിലേക്ക് നോക്കി നിൽക്കുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം 1 വർഷമായി. ലാസ് വേഗാസ് ആണ് സ്ഥലം. ഈ 1 വർഷമായിട്ട് ഇവർ 4 പേര് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്.
മാത്രമല്ല ഇവർ നല്ല രീതിയിൽ ഫേമസ് ആവുകയും ചെയ്തു, ഒരുപാട് കാശ് സമ്പാദിച്ചു. ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവർ ലാസ് വേഗാസിൽ ഒരു ഷോ നടത്താം. ഒരുപാട് ആളുകളാണ് അത് കാണാൻ വേണ്ടി ആ ഹാളിൽ പോയിരിക്കുന്നത്. അങ്ങനെ അവർ 4 പേരും അവിടുത്തെ സ്റ്റേജിലേക്ക് കയറി. ഇവരുടെ ഈ ടീമിന്റെ പേര് 4 ഹോഴ്സ്മെൻ എന്നാണ്. ഇന്നത്തെ ഇവരുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആർതർ ട്രെസ്ലർ എന്ന പേരുള്ള ഒരാളാണ്. ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ അനൗൺസ്മെന്റിൽ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ആ കാണികൾക്കിടയിൽ ഒരാളിരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് തേഡിയസ് എന്നാണ്. ഇയാളും ഇയാളുടെ അസിസ്റ്റന്റ് ആയ ഒരു ലേഡി മണം. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇയാൾ പഴയ ഒരു മാജിക്കാരനാണ്. എന്നാൽ ഇപ്പം അയാൾ മാജിക് ഷോ ഒന്നും നടത്തുന്നില്ല. അതിന് പകരം മാജിക് കാണിക്കുന്ന ആൾക്കാരുടെ ട്രിക്കുകളൊക്കെ പൊളിച്ചടിക്കൊണ്ട് വീഡിയോ പബ്ലിഷ് ചെയ്യാനാണ് ഇയാളുടെ ജോലി. അതിനുവേണ്ടി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഒരു സെക്യൂരിറ്റി വന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വെക്കുന്നത്. ഇവിടെ നടക്കുന്ന പരിപാടി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തൽക്കാലം ഈ ഫോൺ ഞാൻ കൊണ്ടുപോകാണ്. ഷോ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി ഫോണുമായിട്ട് അവിടെ പോകും. എന്നാൽ തേഡിയസിന്റെയും അയാളുടെ അസിസ്റ്റന്റിന്റെയും കയ്യിൽ വേറെ ചെറിയൊരു ക്യാമറയുണ്ട്. ആ സെക്യൂരിറ്റി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അയാൾ ആ ക്യാമറ വെച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ആ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇന്ന് നടത്താൻ പോകുന്ന മാജിക്കിനെ കുറിച്ച് വിശദീകരിക്കാൻ പോകും. അത്രയും കാണികൾ അവിടെ ഇരിക്കുന്നത്. അതിൽ നിന്ന് റാൻഡമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും. പക്ഷേ ഇവർ 4 പേരും അല്ല തിരഞ്ഞെടുക്കുന്നത്, അവിടെയുള്ള ഓഡിയൻസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതൊരു പ്രത്യേക രീതിയിലാണ്. അതായത് ഇവരെല്ലാവരും ഇരിക്കുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റ് നമ്പറിന് 3 ഭാഗം. അതിൽ ഒന്നാമത്തെ ഭാഗം ഏത് സെക്ഷനിലാണ് അയാൾ ഇരിക്കുന്നത്, രണ്ടാമത്തെ ഭാഗം ഏത് റോയിലാണ് അയാൾ ഇരിക്കുന്നത്, മൂന്നാമത്തേത് അയാൾ ഇരിക്കുന്ന സീറ്റിന്റെ നമ്പറാണ്. ഈ 3 ഭാഗങ്ങളും അവർ ഓരോരോ ബോളുകൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ബോളുകളൊക്കെ ഒരു വലിയ ബൗളിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരിൽ 4 പേരിൽ 3 ആൾക്കാർ ഓരോരോ ബൗൾ കയ്യിലെടുത്തു. എന്നിട്ട് അതൊക്കെ കാണികൾക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് അതിൽ നിന്ന് ഒരു ബോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കാണികളൊക്കെ ഓരോരോ ബോളുകൾ എടുത്തു. 3 ബോളുകളാണ് സെലക്ട് ആവുന്നത്. അങ്ങനെ അവർക്കിപ്പോൾ കിട്ടിയ ബോളുകൾ ഒന്ന് B, ഒന്ന് 5, ഒന്ന് 13. അതായത് B സെക്ഷനിൽ 5ാമത്തെ റോയിൽ 13ാം നമ്പർ സീറ്റിലിരിക്കുന്ന ആളെയാണ് അവിടുത്തെ ഓഡിയൻസ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഡാനി ഉടനെ തന്നെ അയാളെ വിളിച്ചു. ഇയാളുടെ പേര് ഇറ്റിയൻ എന്നാണ്, ഒരു ഫ്രഞ്ചുകാരനാണ് അയാൾ. അങ്ങനെ അയാളെ പരിചയപ്പെട്ടതിന് ശേഷം ഡാനി അടുത്തതായിട്ട് ചോദിക്കുന്നത് അയാളുടെ ബാങ്ക് ഏതാണെന്നുള്ളത്. ഈ സമയം അയാളുടെ ബാങ്കിന്റെ പേര് പറഞ്ഞു. പാരീസിലെ ക്രെഡിറ്റ് റിപ്പബ്ലിക്, അതാണ് അയാളുടെ ബാങ്കിന്റെ പേര്. അയാൾ ആ പേര് പറയുമ്പോൾ ഓ, വേറൊരു രാജ്യത്താണല്ലോ നിങ്ങളുടെ ബാങ്ക്, പ്രശ്നമില്ല, ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ വെച്ച് നിങ്ങളുടെ ബാങ്കിലെ മുഴുവൻ പൈസയും ഇവിടെ നിന്നുകൊണ്ട് കൊള്ളയടിക്കാൻ പോവാം. അവൻ ആ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് അത്ഭുതത്തോടെ കൈയടിക്കാം. അങ്ങനെ ഡാനിയുടെ നിർദ്ദേശപ്രകാരം ഇറ്റിയൻ ആ സ്റ്റേജിലേക്ക് നടത്തി. എല്ലാ സ്ഥലത്തും പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും അവരുടെ സ്പോൺസർ അവർ പരിചയപ്പെട്ടാണ്. ഇറ്റിയൻ ആ സ്റ്റേജിലേക്ക് നടന്നു വരുന്ന സമയത്തിൽ അവർ ആ കാര്യമാണ് ചെയ്യുന്നത്. അതായത് ആർതർ ട്രെസ്ലർ, ഇയാളാണ് ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി ക്യാഷ് മുടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ആർതർ ട്രെസ്ലറിനെ ആ കാണികൾക്ക് മൊത്തത്തിൽ പരിചയപ്പെട്ടു. ഈ സമയമാകുമ്പോഴേക്കും ഇറ്റിയൻ ആണെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തി. അവൻ അവിടേക്ക് കയറി വരുന്ന വഴി നമ്മുടെ മെറിറ്റ് അവനെ ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്തു. അതിനുശേഷം അവരൊരു പ്രത്യേക തരത്തിലുള്ള ഹെഡ്സെറ്റ് എടുത്തിട്ട് അയാളുടെ തലയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിയുമ്പോൾ ഹെൻലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി എടുത്തിട്ട് വായുവിലേക്ക് ചൊഴിച്ചു. അതോടൊപ്പം തന്നെ അവിടെ ഒരു മെഷീൻ